നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം, ബലപ്രയോഗം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു, നേതാക്കളടക്കം അറസ്റ്റിൽ. നവകേരള സദസ്സ് ഗുണ്ടാ സദസ്സ് 2 ദിവസങ്ങളിലായി അഴിഞ്ഞാടുന്നത് CPM ഗുണ്ടകളെന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ. പാണക്കാട് തങ്ങൾക്ക് മറുപടിയുമായി EP ജയരാജൻ. ലീഗിൽ പല വെള്ളവും തിളയ്ക്കുന്നുണ്ടെന്നും ചില വെള്ളം ശരിയുടെ പക്ഷത്തേക്ക് വരുമെന്നും EP. വാർത്തകൾ വിശദമായി. പഴയങ്ങാടിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ DYFI പ്രവർത്തകർ മർദ്ദിച്ചു എന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് കലക്ട്രേറ്റ് മൈതാനിയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മാർച്ച് DCCയിൽ നിന്നും 50 മീറ്റർ അകലെ പോലീസ് തടഞ്ഞു. നേതാക്കൾ ഉൾപ്പെടെയുള്ള 10ഓളം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പേര് പറഞ്ഞ് ഞങ്ങളെ അങ്ങ് തള്ളാമെന്ന് അടിച്ചമർത്തി തിരിച്ചടിക്കും കട്ടായോ, തിരിച്ചടിക്കും കട്ടായോ. ഞങ്ങളിൽ ഒന്നിനെ തട്ട് കളിച്ച പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസും പ്രവർത്തകരും തമ്മിൽ ബലപ്രയോഗം നടന്നു. ബാരിക്കേഡ് തകർക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെയാണ് ഉന്തും തള്ളുമുണ്ടായത്. നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കുകയായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം കണക്കിലെടുത്ത് ജലപീരങ്കി ഉൾപ്പെടെ പൂർണ്ണ സജ്ജമായിരുന്നു പോലീസ്. കസ്റ്റഡിയിലെടുത്തവരെ പോലീസ് വാഹനത്തിലേക്ക് മാറ്റുന്നതിനിടെ ബലപ്രയോഗവും ഉണ്ടായി. ACP TK രത്നകുമാറിന്റെ നേതൃത്വത്തിൽ കനത്ത പോലീസ് സന്നാഹം സ്ഥലത്ത് നിലയുറപ്പിച്ചിരുന്നു. മാർച്ച് KPCC അംഗം മുഹമ്മദ് ബ്ലാത്തൂരാണ് ഉദ്ഘാടനം ചെയ്തത്. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ കമൽജിത്ത്, V. രാഹുൽ, VP അബ്ദുൾ റഷീദ്, ജോഷി കണ്ടത്തിൽ, മുഹമ്മദ് ഷമ്മാസ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള സമരക്കാരെ വലിച്ചിഴച്ചാണ് പോലീസ് വാഹനത്തിൽ കയറ്റിയത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷിബിന, ജില്ലാ സെക്രട്ടറി ജിത്ത് നീലാംബരി, KSU ജില്ലാ സെക്രട്ടറി അർജുൻ കോറം, മുൻ സംസ്ഥാന സെക്രട്ടറി K. കമൽജിത്ത് തുടങ്ങിയ 10ഓളം പ്രവർത്തകരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഇവരെ മുഖ്യമന്ത്രി പോയതിനു ശേഷം മാത്രമേ വിട്ടയക്കൂവെന്ന് പോലീസ് പറഞ്ഞു. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും സ്വർണം പിടികൂടി. കുവൈത്തിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിൽ എത്തിയ യാത്രക്കാരനിൽ നിന്നാണ് സ്വർണം പിടികൂടിയത്. കാസർഗോഡ് സ്വദേശി അബ്ദുൾ ജലീലിനെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്തു. ഇയാളിൽ നിന്നും 796 ഗ്രാം സ്വർണം കണ്ടെടുത്തു. കുവൈത്തിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിലെത്തിയ യാത്രക്കാരിൽ നിന്നാണ് സ്വർണം പിടികൂടിയത്. സ്വർണം കടത്താൻ ശ്രമിക്കുന്നുണ്ടോ എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കാസർഗോഡ് സ്വദേശി അബ്ദുൾ ജലീൽ അറസ്റ്റിലായത്. ഇയാളുടെ കൈവശം 48 ലക്ഷത്തിലധികം രൂപയുടെ സ്വർണമുണ്ടായിരുന്നു. റെയ്ഡിൽ അസിസ്റ്റന്റ് കമ്മീഷണർ EV ശിവരാമൻ, ഗീതാകുമാരി, ദീപക് കുമാർ, സുമിത് രഞ്ജൻ, അനുപമ, ഇൻസ്പെക്ടർ സിലേഷ്, കൃഷ്ണവേണി, സുബിന, ബെന്നി എന്നിവർ പങ്കെടുത്തു. പാണക്കാട് സാദിഖ് അലി തങ്ങൾക്ക് മറുപടിയുമായി LDF കൺവീനർ EP ജയരാജൻ. ലീഗിൽ പല വെള്ളവും തിളയ്ക്കുന്നുണ്ട്, ചില വെള്ളം തിളച്ച് ശരിയുടെ പക്ഷത്തേക്ക് വരുമെന്നും EP പറഞ്ഞു. കുഞ്ഞാലിക്കുട്ടി നല്ല നിലപാട് സ്വീകരിക്കുന്ന നേതാവാണെന്നും EP കൂട്ടിച്ചേർത്തു. ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനപക്ഷത്താണ്. ജനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു കാര്യവും ഞങ്ങൾ ചെയ്യില്ല. ജനങ്ങൾക്ക് വേണ്ടി പ്രതീക്ഷിച്ചു. എന്നാൽ ഈ കേരളത്തിൽ ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഈ സദസ്സ് UDF-നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരിക്കുകയാണ്. മുസ്ലിം ലീഗിനകത്തും ശക്തമായ ചിന്ത വരികയാണ്. കോൺഗ്രസിൻ്റെ നിലപാടിനോടൊപ്പം പോയാൽ അവരുടെ തന്നെ നിലനിൽപ്പ് അപകടപ്പെടും എന്നവർ ഭയപ്പെടുന്നു. അതിൻ്റെ നേതൃത്വത്തിലും അതുണ്ട്. കാരണം കേരളത്തിൽ ഒറ്റക്കൊറ്റക്ക് മത്സരിച്ച കോൺഗ്രസ് ഒറ്റ സീറ്റ്, എന്നാൽ മുസ്ലിം ലീഗിന് കുറച്ച് സീറ്റ് കിട്ടും. ഇപ്പൊ കോൺഗ്രസിന് സീറ്റ് കിട്ടുന്നത് ലീഗിന്റെ ചെലവിലാണ്. രാഷ്ട്രീയ ശക്തി ഒന്നും ഞാൻ പറയുന്നില്ല. മണ്ഡലത്തിൽ സീറ്റ് കിട്ടുന്നത് കോൺഗ്രസിനേക്കാളും ലീഗിനായി. ലീഗ് ഇല്ലെങ്കിൽ കോൺഗ്രസ് ഒറ്റ സീറ്റിലും ജയിക്കില്ല. അല്ല, വെള്ളം ഏതെങ്കിലും തിളക്കട്ടെ. പല വെള്ളങ്ങളും തിളച്ചുകൊണ്ടിരിക്കല്ലേ. അപ്പോൾ പലതും തിളച്ച് പുറത്തേക്കുള്ളൂ. ലീഗിൽ പല വെള്ളവും തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ, പല വെള്ളവും തിളക്കുന്നുണ്ട്. തിളച്ച് വരട്ടെ.
ശരിയിലേക്ക് നമുക്ക് ചെന്നെത്താം. കാത്തിരിക്കുകയാണ്. തീർച്ചയായും മുന്നണി മാറ്റത്തെ പറ്റി പറഞ്ഞ AK ബാലന്റെ ഭ്രാന്തെന്നാണ് പിന്നീട് ഞാൻ അതിനോടൊന്നും പ്രതികരിക്കുന്നില്ല. ഓരോ വാക്കുകൾ പിടിച്ച് അതിനോടൊന്നും പ്രതികരിക്കുന്നില്ല. കുഞ്ഞാലിക്കുട്ടിയൊക്കെ സാധാരണഗതിയിൽ നല്ല നിലപാട് സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയം. നവകേരള സദസ്സ് കഴിഞ്ഞ ഉടനെ കാണത്തില്ലേ മന്ത്രിസഭാ പുനഃസംഘടന? കാണും തീർച്ചയായിട്ടും. മുസ്ലിം ലീഗിൻ്റെ പല നേതാക്കളും നല്ല നിലപാട് സ്വീകരിക്കുന്നവർ. അവർ ഉപയോഗിക്കുന്ന ഭാഷകളും കുഞ്ഞാലിക്കുട്ടിയൊക്കെ ഉപയോഗിക്കുന്ന ഭാഷകൾ നല്ല ഭാഷ. നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തോടെല്ലാം എനിക്ക് നല്ല ബഹുമാനം. അദ്ദേഹവും അങ്ങനെ AK ബാലനോട് ആക്ഷേപിച്ചുകൊണ്ടൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായ അക്രമത്തിൽ അപലപിക്കേണ്ട കാര്യമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നവകേരള സദസ്സിന്റെ വിജയത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ ബോധപൂർവമായ ശ്രമം കോൺഗ്രസ് നടത്തിയതിന്റെ തെളിവാണ് കരിങ്കൊടി പ്രതിഷേധം. ആത്മഹത്യാ സ്ക്വാഡാണ് കരിങ്കൊടി കാണിച്ചത്. CPM അക്രമത്തിന് എതിരാണ്. ജനാധിപത്യപരമായി പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ശ്രദ്ധ മാറ്റാൻ വേണ്ടി ബോധപൂർവം ഗൂഢാലോചന നടത്തിയിട്ട് കോൺഗ്രസ് പ്ലാൻ ചെയ്ത പരിപാടിയാണ്. ആ പരിപാടിയിൽ വീഴുവാൻ പാടില്ല, ആരും പോകാൻ പാടില്ല. കരിങ്കൊടി പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പ്രതിഷേധം ഉണ്ടായി. പ്രതിഷേധിക്കാൻ ജനാധിപത്യ അവകാശം ഉണ്ടല്ലോ എല്ലാവർക്കും. പ്രതിഷേധിച്ചോട്ടെ, ഞങ്ങൾ കയ്യിലൊന്നും തർക്കമില്ല. പ്രതിഷേധത്തിന്റെ പേരിൽ ഈ പരിപാടിയെ ഇപ്പൊ നിങ്ങളെ മുഴുവൻ മാറിയില്ലേ? അല്ല, ഇന്നിപ്പോ ഏറ്റവും വലിയ ഒരു പരിപാടി നടന്നല്ലോ. ഇന്നലെ തളിപ്പറമ്പിലായാലും ശ്രീകണ്ഠാപുരത്തായാലും നെല്ലിയാശ്ശേരി ആയാലും അതുപോലെ തന്നെ പയ്യന്നൂരായാലും നടന്നിട്ടുള്ളത് ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു ജാഥക്കോ ഒരു യാത്രക്കോ ലഭിക്കാത്ത രീതിയിലുള്ള അഭൂതപൂർവമായ 10,000-കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള പരിപാടിയാണ് നടന്നത്. ആ പരിപാടിയെ മാറ്റാൻ വേണ്ടി കോൺഗ്രസ് പ്ലാൻ ചെയ്ത ഗൂഢാലോചന, അത് കനികുലുവിന്റെ പരിപാടിയാണ്. അതുകൊണ്ട് ഇതൊന്നും ഞങ്ങൾക്കറിയാൻ പറ്റിയ, ഞങ്ങൾക്കറിയില്ല എന്നുള്ള ഒരു തിരിച്ചറിഞ്ഞ് ഞങ്ങൾ അതല്ല, അവർ പ്ലാൻ ചെയ്ത പരിപാടിയാണ്. ഒരു തരത്തിലുള്ള ആക്രമത്തിനും പാടില്ല, അക്രമവും പാടില്ല എന്ന ഉറച്ച നിലപാടാണ് CPM-നുള്ളത്. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം, ബലപ്രയോഗം, പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു, നേതാക്കളടക്കം അറസ്റ്റിൽ. നവകേരള സദസ്സ് ഗുണ്ടാ സദസ്സ്, 2 ദിവസങ്ങളിലായി അഴിഞ്ഞാടുന്നത് CPM ഗുണ്ടകളെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ. പാണക്കാട് തങ്ങൾക്ക് മറുപടിയുമായി EP ജയരാജൻ. ലീഗിൽ പല വെള്ളവും തിളയ്ക്കുന്നുണ്ടെന്നും ചില വെള്ളം ശരിയുടെ പക്ഷത്തേക്ക് വരുമെന്നും EP. അറിഞ്ഞോ 15% മുതൽ 50% വരെ ഡിസ്കൗണ്ട് കിട്ടും. ലുലു സാരീസ് അവതരിപ്പിക്കുന്നു സൂപ്പർ സെയിൽ സൂപ്പർ ഡിസ്കൗണ്ട്. എല്ലാ സെക്ഷനുകളിലെയും ഏറ്റവും പുതിയ ട്രെൻഡി കളക്ഷനുകൾ 15 മുതൽ 50% വരെ ഡിസ്കൗണ്ടിൽ. ഈ ഓഫർ നവംബർ 5 മുതൽ ഡിസംബർ 5 വരെ ലുലു സാരീസ് കണ്ണൂർ തലശ്ശേരി ബ്രാഞ്ചുകളിൽ മാത്രം. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITD-യിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITD-യുടെ മാത്രം പ്രത്യേകതയാണ്. GITD, എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം.
ഇരവിക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. MMR കാറ്ററിംഗ് ആൻഡ് ഇവന്റ്. അഴീക്കോട് യൂത്ത് ലീഗിന്റെ കരിങ്കൊടി പ്രതിഷേധം. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് നടക്കുന്ന വേദിയിലേക്കായിരുന്നു കറുത്ത വസ്ത്രമണിഞ്ഞ യൂത്ത് ലീഗ് പ്രവർത്തകർ കയറി വന്നത്. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു മാറ്റി. യൂത്ത് ലീഗ് അഴീക്കോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു വേദിയിലേക്ക് കറുത്ത വസ്ത്രമണിഞ്ഞ് യൂത്ത് ലീഗ് പ്രവർത്തകർ പ്ലക്കാർഡ് ഏന്തി കരിക്കൊടി പ്രതിഷേധം നടത്തിയത്. യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി KK ഷിനോജ്, മണ്ഡലം ജനറൽ സെക്രട്ടറി മിലാജ് AN, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സൈഫുദ്ദീൻ നാറാത്ത് തുടങ്ങിയവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. നവകേരള സദസ്സ് 4ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ചരിത്രം സൃഷ്ടിച്ചു മുന്നേറുന്ന ഈ കൂട്ടായ്മയിൽ പങ്കാളികളാകുന്ന ഓരോരുത്തരും സംസ്ഥാന സർക്കാരിലുള്ള പ്രതീക്ഷയും ഉറച്ച വിശ്വാസവുമാണ് പ്രഖ്യാപിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ പറഞ്ഞു. യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നവകേരള സദസ്സിന് എതിർപ്പുകൾ ഉയർന്നു വന്നു. അപവാദ പ്രചരണങ്ങൾ ഇറക്കിയവരുമുണ്ട്. ബഹിഷ്കരണ ആഹ്വാനം മുഴക്കിയ ചിലരുമുണ്ട്. ജനങ്ങൾ സ്വീകരിക്കാതിരിക്കാൻ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചവരുണ്ട് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അത്തരക്കാരുടെ ആഗ്രഹങ്ങളല്ല ജനങ്ങൾ നിറവേറ്റുന്നത്. അത്തരം കുൽസിത ശ്രമങ്ങൾക്കൊന്നും ചെവി കൊടുക്കാതെ സർക്കാരിനുള്ള അചഞ്ചലമായ പിന്തുണയുമായി ആഭാലവൃദ്ധം ജനങ്ങളും എത്തി. ഒരു തരത്തിലുള്ള ഭേദവുമില്ലാതെ നവകേരള സദസ്സിനൊപ്പം അണിചേരുകയാണ് ചെയ്തത്. ഇത് വലിയ കരുത്താണ് നൽകുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മഞ്ചേശ്വരം പൈവേളികയിൽ തുടങ്ങിയത് മുതൽ ഇന്നലെ യാത്ര ഇരിക്കൂറിൽ സമാപിക്കും വരെയുള്ള അനുഭവം നോക്കുക. ഒരു കേന്ദ്രത്തിൽ പോലും ജനാവലിയുടെ വൈപുല്യത്തിലോ ആവേശത്തിലോ കുറവുണ്ടായിട്ടില്ല. കൂടിയതേയുള്ളൂ. തീരുമാനിക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല ജനപങ്കാളിത്തം. കടന്നുവരുന്ന വീഥികളിലാകെ ജനങ്ങൾ കാത്തു നിൽക്കുകയാണ്, അഭിവാദ്യം ചെയ്യുകയാണ്. ജനങ്ങൾ ഏറ്റെടുത്ത ഈ മുന്നേറ്റം ചിലരെ അസ്വസ്ഥരാക്കുന്നുണ്ട്. അത്തരക്കാർ എങ്ങനെയെല്ലാം ഇതിനെ സംഘർഷഭരിതമാക്കാമെന്ന ആലോചന നടക്കുന്നു. ഇതിന്റെ ഭാഗമായി ഒരു നീക്കമുണ്ടായി. കരിങ്കൊടി പ്രകടനം എന്ന് അതിനെ ചിലർ വിശേഷിപ്പിച്ചു കണ്ടു. ജനാധിപത്യമായ ഒരു പ്രതിഷേധത്തിനും ഈ സർക്കാർ എതിരല്ല. എന്നാൽ കരിങ്കൊടിയുമായി ഓടുന്ന വാഹനത്തിന് മുന്നിൽ ചാടിയാലോ അത് പ്രതിഷേധവുമല്ല, അക്രമോത്സുകതയാണ്. അത്തരം അക്രമോത്സുകത ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചെറുതാവണമെന്നില്ല. ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എന്താണ് നടക്കുന്നത്. ഒരാൾ ഇതിന്റെ നേരെ ചാടി വരികയാണ്. ഈ ചാടി വരുന്നയാളെ ചില ചെറുപ്പക്കാർ കൂടി അങ്ങോട്ട് പിടിച്ചു മാറ്റുന്നുണ്ട്, അങ്ങോട്ട് തള്ളി മാറ്റുന്നുണ്ട്. അത് രക്ഷിക്കാനല്ലേ, ജീവൻ രക്ഷിക്കാനല്ലേ. ജീവൻ അപകടപ്പെടുത്താനുള്ള തരത്തിൽ ചാടി വരുമ്പോൾ അതിനെ നല്ല ബലം പ്രയോഗിച്ച് തന്നെ അങ്ങോട്ട് മാറ്റണമല്ലോ. ആ മാറ്റലാണ് നടക്കുന്നത്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ ആ ബസ്സിന്റെ മുമ്പിൽ ഇരിക്കുകയല്ലേ, എന്റെ കൺമുന്നിലല്ലേ നടക്കുന്നത്. അവരിങ്ങനെ തള്ളി മാറ്റുകയാണ് അയാൾ. എല്ലാം നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരുന്ന കാര്യം. അതൊരു അക്രമമാണ്. അത് ബസ്സിന്റെ മുന്നിലേക്ക് ചാടി അയാൾ അപകടപ്പെടാതിരിക്കാനുള്ള, ജീവൻ രക്ഷിക്കാനുള്ള മാർഗമാണ്. അവിടെ നിങ്ങൾക്ക് വേദന പറ്റുമെന്ന് നോക്കിയിട്ട് കാര്യമില്ല. അയാളെ പെട്ടെന്ന് തള്ളി മാറ്റാനാണ് പ്രധാനം. ഒരു തീവണ്ടി വരുന്നു, ഒരാൾ അവിടെ കടന്നുപോയി, അയാൾ എടുത്ത ഗതിയില്ലേ ചിലപ്പോൾ അയാൾ എടുത്തെറിഞ്ഞാൽ അയാൾക്ക് അപകടം പറ്റുമെന്നാണ് ചിന്തിക്കുന്നത്. അയാൾ ജീവൻ രക്ഷിക്കുന്നതല്ലേ പ്രധാനം. ആ ജീവൻ രക്ഷാ രീതിയാണ് ഡിവൈഎഫ്ഐക്കാർ സ്വീകരിച്ചത്. അത് മാതൃകാപരമായിരുന്നു. ആ രീതികൾ തുറന്നു പോകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. റോഡിലേക്ക് ചാടുന്ന ആൾക്കാർക്ക് അപകടമുണ്ടായാലോ അത് ഏതെല്ലാം തരത്തിലുള്ള പ്രചാരണത്തിന് ഇടയാക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. നവകേരള സദസ്സ് എന്ന ജനാധിപത്യപരമായ ബഹുജന മുന്നേറ്റ പരിപാടിയുടെ അത്യുജ്വല വിജയം കൊണ്ട് നൈരാശ്യം പൂണ്ടവരുടെ വീണ്ടുവിചാരമില്ലാത്ത പ്രകടനമാണ് ഉണ്ടാകുന്നത്. ഇത്തരം പ്രകടനങ്ങൾ ജനാധിപത്യ സംവിധാനത്തിന് ചേർന്നതല്ല എന്നതാണ് കാണേണ്ടത്. അത് അവസാനിപ്പിക്കണമെന്നതാണ് ഈ കാലഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ നടത്തുന്ന ജനകീയ സദസ്സുകളാണ്. ഇതിനെ തകർക്കാൻ വരുന്ന ശക്തികളെ ജാഗ്രതയോടെ നോക്കിക്കാണാനും അവരുടെ പ്രകോപനങ്ങളിൽ വീണുപോകാതിരിക്കാനും LDF ഗവൺമെന്റിനെ സ്നേഹിക്കുന്ന LDFനൊപ്പം നിൽക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. മാലിന്യ സംസ്കരണത്തിലെ അപാകത. പടിയൂർ GHSSനും ABC സെന്ററിനുമെതിരെ നടപടിയുമായി ശുചിത്വ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. ജൈവ മാലിന്യങ്ങൾ അലക്ഷ്യമായി കൂട്ടിയിട്ട് കത്തിക്കുന്നതായും മലിനജലം അശാസ്ത്രീയമായി തുറന്നുവിടുന്നതായും സ്ക്വാഡ് കണ്ടെത്തി. ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്തെ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്തിൽ പരിശോധന നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് മാലിന്യങ്ങൾ പിടികൂടിയത്. പടിയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി സെക്ഷനിൽ ജൈവ മാലിന്യങ്ങൾ അലക്ഷ്യമായി കൂട്ടിയിട്ട് കത്തിക്കുന്നതായും മലിനജലം അശാസ്ത്രീയമായി തുറന്നുവിടുന്നതായുമാണ് സ്ക്വാഡ് കണ്ടെത്തിയത്. കൂടാതെ പടിയൂർ ഊരത്തൂരിലെ ABC സെന്ററിലും അജൈവ മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മേൽസ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പടിയൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ടീം ലീഡർ MV സുമേഷ്, അംഗങ്ങളായ സിറാജുദ്ദീൻ K, നിതിൻ വത്സലൻ, പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ റുബീന CP തുടങ്ങിയവരും പരിശോധനയ്ക്ക് നേതൃത്വം നൽകി.
കണ്ണൂർ പഴയങ്ങാടിയിൽ പോലീസ് പ്രകോപനമുണ്ടാക്കിയതായി DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്. കരുതൽ തടങ്കൽ എന്തിനായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കണം. പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയാണ് ഉണ്ടായത്. 2 പേർ കരിങ്കൊടി കാണിച്ചതിൽ പ്രകോപനം എന്തിനാണ് എന്നും മാർട്ടിൻ ജോർജ് ചോദിച്ചു. കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ വയർലെസ് കൊണ്ട് പോലീസുകാരൻ ആക്രമിച്ചു. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ജീവനക്കാരനാണ് വയർലെസ് കൊണ്ട് ആക്രമിച്ചത്. ആ പോലീസുകാരനെതിരെ നടപടിയെടുക്കണം. പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യം പുറത്തുവിടണം. പഴയങ്ങാടി പോലീസ് സ്റ്റേഷൻ DYFI പ്രവർത്തകർക്ക് വിഹരിക്കാനായി നൽകിയതായും മാർട്ടിൻ ജോർജ് കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സാധാരണ കുടുംബശ്രീക്കാർ മുതൽ തൊഴിലുറപ്പ് പദ്ധതിക്കാരുൾപ്പെടെ എല്ലാവരും ഇതിനകത്ത് പണം കൊടുക്കേണ്ടി വരുന്നു. അതുപോലെ തന്നെ അവർ ഇത് ചടങ്ങിൽ പങ്കെടുക്കേണ്ടി വരുന്നു. എല്ലാവരെയും നിർബന്ധിച്ച് പങ്കെടുപ്പിക്കുന്നു. ഇതൊരു CPM പരിപാടിയായി മാറി എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇതുമായി ബന്ധപ്പെട്ട് MV ജയരാജൻ പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വന്നു. അപ്പൊ ഇപ്പോൾ പേടിയാണ്. ഇനി യാത്രയെ പറ്റി എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? നിങ്ങൾ തന്നെ മനസ്സിലായി. എത്ര വാഹനങ്ങളുടെ അകമ്പടിയാണ്, ആരെന്ത് ചെയ്യാൻ? ഒരു കാര്യം ഞാൻ പറയാം. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് ഒരു അക്രമവും ഒരു കല്ലേറും ഉണ്ടായില്ല. നിങ്ങൾ ഉമ്മൻചാണ്ടി സാറിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ. ഇപ്പൊ ഇവരെ ഈ 2 പിള്ളേരെ ഇട്ട് അടിച്ചില്ലേ? ഉമ്മൻചാണ്ടി സാറിന്റെ നെറ്റിയിൽ നിന്ന് ചോര പിടിയുന്നത് നമ്മളെല്ലാവരും കണ്ടതല്ലേ? എന്തെങ്കിലും ഒരു പ്രതിഷേധം അവിടെ ഹർത്താൽ നടത്തണമെന്ന് ഒരുപാട് പേര് ആവശ്യപ്പെട്ടപ്പോൾ ഉമ്മൻചാണ്ടി സാർ പറഞ്ഞത് എന്താണ്? എന്റെ പേരിൽ ഒന്നും നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഭരിച്ച ഒരു സംസ്ഥാനത്താണ് ഇന്ന് ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് ഇത് കേരള സമൂഹം ഒന്നായി പ്രതിഷേധിക്കേണ്ട ഒന്നാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം ഈ വയർലെസ് വെച്ച് അടിച്ചത് കൊണ്ടാണ് നമ്മളെ സുധീഷിനെ മാരകമായ പരിക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ, അയാൾക്കെതിരെ നടപടിയെടുക്കുവാൻ വേണ്ടി ഗവൺമെന്റ് തയ്യാറാകണം. അല്ലാത്ത പക്ഷം ശക്തമായ നിയമ നടപടികളും മറ്റു കാര്യങ്ങളുമായി മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. ആസൂത്രിതമായ ആക്രമണമാണ് DYFI നടത്തിയത്. നവകേരള യാത്ര CPM പരിപാടിയായി മാറി. ഇതിന്റെ കണ്ണൂരിലെ ഒരുക്കങ്ങളെക്കുറിച്ച് സംസാരിച്ചത് CPM ജില്ലാ സെക്രട്ടറി MV ജയരാജനാണ്. പരിപാടിയുടെ പേരിൽ വൻ സാമ്പത്തിക പിരിവാണ് നടന്നത്. CPMന് ജനങ്ങളെ ഭയമാണ്. യൂത്ത് കോൺഗ്രസുകാർക്കെതിരായ അക്രമത്തിൽ കേരളീയ സമൂഹം പ്രതിഷേധിക്കണം. അനാവശ്യമായ അറസ്റ്റാണ് കരുതൽ തടങ്കൽ. DYFI അക്രമത്തിനെതിരെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധത്തിലാണ്. വയർലെസ് കൊണ്ട് തലക്കടിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണം. രക്തപ്പുഴ ഒഴുക്കുകയാണ് ചെയ്തത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച് പ്രതിഷേധത്തെ അടിച്ചമർത്താമെന്ന് ആരും കരുതേണ്ടെന്നും DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവം 14 CPM DYFI പ്രവർത്തകർക്കെതിരെ കേസ്. കരിങ്കൊടി പ്രതിഷേധക്കാരെ ആക്രമിച്ചതിനാണ് പഴയങ്ങാടി പോലീസ് കേസെടുത്തത്. ഹെൽമറ്റും ചെടിച്ചട്ടിയും ഇരുമ്പുവടിയും ഉപയോഗിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ തലക്കടിച്ചുവെന്നാണ് FIR-ലുള്ളത്. അക്രമം തടഞ്ഞവരെയും മർദ്ദിച്ചു. പ്രകോപനം മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി വീശിയതിലുള്ള വിരോധമെന്നും FIR-ൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നവകേരള സദസ്സ് ഇന്നലെ തന്നെ ഗുണ്ടാ സദസ്സ് എന്ന് തെളിഞ്ഞുവെന്നും തറഗുണ്ടകളാണ് 2 ദിവസമായി അഴിഞ്ഞാടുന്നതെന്നും KPCC പ്രസിഡന്റ് K സുധാകരൻ. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച പശ്ചാത്തലത്തിൽ DCC ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും ജനങ്ങളെയും മുഖ്യമന്ത്രി സംരക്ഷിക്കേണ്ട. രാവിലെ മുതൽ ഗുണ്ടകളെ വാഹനത്തിൽ കൊണ്ടുവന്നിറക്കുകയാണ്. ഗുണ്ടകളെ കൊണ്ട് നടക്കുന്ന ഈ യാത്ര അപമാനകരമാണെന്നും സുധാകരൻ പറഞ്ഞു. അക്രമത്തെക്കുറിച്ച് നാണവും മാനവും ഉളുപ്പുമില്ലാത്ത വിശദീകരണമാണ് മുഖ്യമന്ത്രി ഇന്ന് നടത്തിയത്. മുഖ്യമന്ത്രിയെ താങ്ങി നടക്കാൻ മന്ത്രിമാർക്ക് നാണമില്ലേയെന്നും മന്ത്രിമാർക്ക് വ്യക്തിത്വമില്ലേയെന്നും സുധാകരൻ ചോദിച്ചു. നവകേരള സദസ്സിനെതിരെ കോൺഗ്രസിന് ഒരു പ്രതിഷേധവുമില്ല. ആടിന്റെ പുറകെ പട്ടി നടക്കുന്നത് പോലെയാണ് ലീഗിന്റെ പുറകെ CPM നടക്കുന്നതെന്നും സുധാകരൻ പരിഹസിച്ചു. എല്ലാ സ്ഥലത്തുനിന്നും ഗുണ്ടകൾ വണ്ടിയിൽ വരികയാണ്. രാവിലെ മുതൽ വണ്ടിയിൽ ശേഖരിച്ച ഗുണ്ടകൾ വന്ന് ഇറങ്ങുകയാണ് ഇവിടെ. നമ്മുടെ അങ്ങനെ വന്ന് ഇറങ്ങിയ ഗുണ്ടകളാണ് നമ്മുടെ 4 കുട്ടികൾ നടന്നു പോകുമ്പോൾ അവരെ ആക്രമിച്ചത്, പെൺകുട്ടിയെ അടക്കം. ആ ആക്രമമാണ് പിന്നീട് തുടർന്ന് ഒരുപാട് കുട്ടികളെ, ഒരുപാട് ചെറുപ്പക്കാർ അതിൽ പ്രതിഷേധിച്ചു. നമ്മുടെ യൂത്ത് കോൺഗ്രസ്സുകാർ കുറച്ചാളുകൾ, വളരെ കുറഞ്ഞ ആളുകളാണ്. പക്ഷേ അവരെയൊക്കെ അടിച്ച് ഇടിച്ച് ഹെൽമറ്റ് കൊണ്ടും പൂച്ചട്ടി കൊണ്ടും ഈ വയർലെസ് കൊണ്ടും അടിച്ചും ഇടിച്ചും കുത്തിയും പരിക്കേൽപ്പിച്ചും ഗുരുതരമായി പരിക്കേറ്റ കുട്ടികൾ ആശുപത്രിയിൽ കിടക്കുക. ഒരു മുഖ്യമന്ത്രിക്ക് നാണമില്ലേ? മുഖ്യമന്ത്രി നടത്തുന്ന ഒരു സദസ്സോടനുബന്ധിച്ച് ഇതുപോലെ അക്രമം നടത്തി. ഈ സുരക്ഷാ സേന എവിടെ നിന്ന് കൊണ്ടുവന്നതാ? മുഖ്യമന്ത്രിയുടെ ഈ സുരക്ഷാ സേന എവിടെ നിന്ന് വന്നതാ? സർക്കാരിൻ്റെ റിക്രൂട്ട്മെൻ്റാണോ? ആരാണിവർ? ഇവരെക്കുറിച്ച് മുഖ്യമന്ത്രി പറയണം. ആരാണിവർ? സർക്കാർ ജീവനക്കാരാണോ?
പോലീസുകാരാണോ? സെക്യൂരിറ്റിയാണോ? ആരാണിവർ? ഇവർ തറഗുണ്ടകളാണ്, തറഗുണ്ടകൾ. ഈ തറഗുണ്ടകളുടെ പ്രകടനമാണ് 2 നാളായി നമ്മൾ ഈ പ്രദേശത്ത് കാസർഗോഡൊക്കെ ഞങ്ങൾ കണ്ടത്. അതുകൊണ്ട് ഈ സദസ്സ് അദ്ദേഹം മുൻപോട്ട് കൊണ്ടുപോകുന്നത് സംസ്ഥാനത്തിന് ഗുണകരമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇദ്ദേഹം ആരെ കാണാനാണ് വരുന്നത്? ഇവിടെ ഈ ഗുണ്ടകളെ കാണാനാണോ? ജനങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. മുഖ്യമന്ത്രിയോട് പരാതി പറയാൻ ആയിരക്കണക്കിന് പരാതിയും ആയിരക്കണക്കിന് പരാതിക്കാരുണ്ട്. എവിടെയാണ് അവരെ മുഖ്യമന്ത്രി കാണുന്നത്? ഏത് ദിശയിലാണ് ഈ പാവപ്പെട്ട ഈ ആളുകളെ കാണുന്നത്? ഉമ്മൻചാണ്ടി കണ്ണൂരിൽ വന്നത് നിങ്ങൾക്കറിയാം, മാധ്യമങ്ങൾക്കറിയാം. രാവിലെ 9 മണിക്ക് തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ ആളുകളുടെ സമ്പർക്കം, ആളുകളുടെ മുഖാമുഖം, ആ മുഖാമുഖം അടുത്ത ദിവസം 10:30 മണി വരെ നീണ്ടു നിന്നു. ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ ഉമ്മൻചാണ്ടി ഓരോ ആളുകളെ, ഓരോ പരാതിക്കാരനെ നേരിൽ വിളിച്ച് ആ പരാതി കേട്ട് അതിനോട് പ്രതികരിച്ച് ഉദ്യോഗസ്ഥന്മാർക്ക് അവിടെ വെച്ച് നിർദ്ദേശം കൊടുത്ത് അവിടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കി, ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ഒരു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഭരിച്ചുപോയ ഈ സംസ്ഥാനത്ത് ഈ നെറികെട്ട ഈ ഗുണ്ടകളെ കൊണ്ട് നടക്കുന്ന ഈ യാത്ര ഈ സംസ്ഥാനത്തിന് അപമാനമാണ്, രാഷ്ട്രീയത്തിന് അപമാനമാണ്, രാഷ്ട്രീയ സംവിധാനത്തിന് അപമാനമാണ്, ജനാധിപത്യത്തിന് അപമാനമാണ്. ഉജ്ജീവനം. എളയാവൂർ CHM ഹയർ സെക്കൻഡറി സ്കൂൾ NSS വോളണ്ടിയർമാർ ഹോളി മൗണ്ടിലെ അന്തേവാസികളെ സന്ദർശിച്ചു. 50 NSS വോളണ്ടിയർമാർക്കൊപ്പം അധ്യാപികമാരും ഉണ്ടായിരുന്നു. തുടർന്ന് വിവിധ പരിപാടികളും അരങ്ങേറി. എളയാവൂർ CHM ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് വലിയന്നൂർ ഹോളി മൗണ്ടിലെ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന അന്തേവാസികളെ സന്ദർശിക്കുകയും അവരോടൊപ്പം കളിതമാശകളിൽ ഏർപ്പെടുകയും ചെയ്തത്. ജീവിതയാത്രയിൽ മനോനില തെറ്റി ഒറ്റപ്പെട്ടുപോയ 47 ജീവിതങ്ങളുടെ പൂർവ്വകാല ചരിത്രങ്ങൾ NSS വോളണ്ടിയർമാർ പഠനവിധേയമാക്കി. കൗമാരത്തിൽ അവർ കടന്നുപോയ മാനസികാഘാതങ്ങൾ ഇനിയൊരു തലമുറയ്ക്കും ഉണ്ടാവാതിരിക്കാൻ ഈ യാത്ര ഉപകരിക്കട്ടെ എന്ന് പ്രോഗ്രാം ഓഫീസർ യൂസഫ് പുന്നക്കൽ ആശംസിച്ചു. കാലമാകുന്ന തോണിയിൽ നമ്മൾ ഇന്നിതാ ചേരുവേ. NSS വോളണ്ടിയർമാർക്കൊപ്പം അധ്യാപികമാരായ മുജീബ ബീഗം, P. രജിഷ, PTA വൈസ് പ്രസിഡന്റ് അസ്ലം വലിയന്നൂർ, സലാം KP തുടങ്ങിയവർ സംബന്ധിച്ചു. ഫാദർ ആൽവിൻ, സിസ്റ്റർ എന്നിവരും വിദ്യാർത്ഥികളെ സ്വീകരിച്ചു. ലീഡർമാരായ നിഹാൽ, V. റന, KE കൾച്ചറൽ പ്രോഗ്രാമിന് നേതൃത്വം നൽകി. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 5685 രൂപ, പവന് 45,480 രൂപ, വെള്ളി 79 രൂപ. കാലാവസ്ഥ. സംസ്ഥാനത്ത് അതിശക്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തുലാവർഷം മഴ ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയും പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. അടുത്ത 5 ദിവസത്തേക്ക് വിവിധ ജില്ലകളിൽ ഓറഞ്ച്, യെല്ലോ അലർട്ടുകളും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, പത്തനംതിട്ട, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിശക്തമായ മഴ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ അധികൃതരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാറി താമസിക്കേണ്ട ഇടങ്ങളിൽ അതിനോട് സഹകരിക്കണം. വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ആവശ്യമായ ഘട്ടത്തിൽ മാറി താമസിക്കണം. മത്സ്യബന്ധനോപാധികൾ സുരക്ഷിതമായി വെക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം, ബലപ്രയോഗം, പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു, നേതാക്കളടക്കം അറസ്റ്റിൽ. നവകേരള സദസ്സ് ഗുണ്ടാ സദസ്സ്, 2 ദിവസങ്ങളിലായി അഴിഞ്ഞാടുന്നത് CPM ഗുണ്ടകളെന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ.
പാണക്കാട് തങ്ങൾക്ക് മറുപടിയുമായി ഇ പി ജയരാജൻ. ലീഗിൽ പല വെള്ളവും തിളയ്ക്കുന്നുണ്ടെന്നും ചില വെള്ളം ശരിയുടെ പക്ഷത്തേക്ക് വരുമെന്നും ഇ പി. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.